റഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം നടക്കുന്നത് 1917 പക്ഷേ 1917 നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവതരിപ്പിച്ചതുകൊണ്ട് നമുക്ക് ആ വിപ്ലവം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നൂറ്റാണ്ടുകൾ മുൻപുള്ള ചരിത്രം തന്നെ അറിഞ്ഞിരിക്കണം. കാരണം റഷ്യൻ റവല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഉരുത്തിരിയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. ഈ ചരിത്രം നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് 1598 മുതലുള്ള കാലഘട്ടത്തിലെ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 1598 വളരെ നിർണായകമായിട്ടുള്ള ഒരു വർഷമായിരുന്നു. കാരണം ആ ഒരു വർഷമാണ് റൂറിക് ഡൈനാസ്റ്റിയിലെ അവസാനത്തെ സാർ ചക്രവർത്തിയായിട്ടുള്ള ഫിയോഡർ ഒന്നാമൻ മരണമടയുന്നത്. അദ്ദേഹമാണ് അവസാനത്തെ ചക്രവർത്തി. കാരണം അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് ആര് ഭരിക്കണമെന്നുള്ള ഒരു രീതിയിലുള്ള തീരുമാനങ്ങളും ഉണ്ടായിരുന്നില്ല. വലിയ രീതിയിലുള്ളൊരു പ്രശ്നമാണ് ഇത് സൃഷ്ടിക്കുന്നത്. ഈ പ്രശ്നത്തെ തുടർന്ന് ഒരുപാട് ആളുകൾ ഞങ്ങൾ ഈ ഫിയോഡർ ഒന്നാമൻ്റെ സഹോദരനാണ്, അനിയനാണ്, ജ്യേഷ്ഠനാണെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നു. അതെല്ലാം ശരിക്കും വ്യാജം തന്നെയാണ്. ഇതിന് പുറമെ അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ലോഡുകൾ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് അധികാരം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. 1598 മുതൽ ഒരു വലിയ പ്രശ്നത്തെയാണ് റഷ്യ നേരിടുന്നത്. ഈ കാലഘട്ടത്തെയാണ് ടൈംസ് ഓഫ് ട്രബിൾസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ആ കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല. ഇനി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചാൽ പോലും പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവുകയാണ്. അങ്ങനെ മറന്നു പോകാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ അനായാസമായിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് അത് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് 1598 ടൈം ഓഫ് ട്രബിൾസിലേക്ക് പോകാം. ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിന് കാര്യമായിട്ടുള്ള ഒരു ശക്തി ഇല്ലാതെയാകും. കാര്യമായിട്ട് അവിടെയുള്ള ആക്രമണങ്ങളെ തടയാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകും. ഇത് മുതലാക്കാൻ ശ്രമിക്കുകയാണ് അയൽ രാജ്യങ്ങൾ. സ്വീഡൻ റഷ്യയുടെ കുറേയധികം ഭാഗങ്ങൾ ആ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തു. എന്നാൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുന്നത് പോളിഷ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു വലിയ പ്രവിശ്യയാണ്. അവർ മോസ്കോ പോലും ആ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തു. പിന്നീട് 1612 പ്രിൻസ് പ്രൊഷ്കാസ്കിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളിലൂടെ അവർക്ക് മോസ്കോ തിരിച്ചു പിടിക്കാൻ സാധിച്ചു. പക്ഷേ ഇനിയും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. റഷ്യയെ തങ്ങൾക്ക് തന്നെ ഭരിക്കാൻ സാധിക്കണം. വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ നടപ്പിലാക്കണം. ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായി സെംസ്കി സോബർ വിളിച്ചുകൂട്ടി. സെംസ്കി സോബർ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വലിയ കൗൺസിലാണ്, നാടിൻ്റെ കൗൺസിലാണ്. റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനവധി ലാൻഡ് ലോഡുകൾ, ബോയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ലാൻഡ് ലോഡുകൾ, വലിയ വലിയ ഒഫീഷ്യലുകൾ, മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നതരായിട്ടുള്ള മിലിറ്ററി ഓഫീസേഴ്സ്, അങ്ങനെ ഒരു വലിയ സംഘം തന്നെ തടിച്ചുകൂടി. അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ആരെയാണ് ഇനി കൃത്യമായിട്ട് ഭരണമേൽപ്പിക്കുക? അവരുടെ എല്ലാം ഉള്ളിൽ അവർക്ക് ഭരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ തങ്ങൾക്ക് ഭരിക്കാനായിട്ട് ഒരു പപ്പറ്റിനെ അല്ലെങ്കിൽ ഒരു പാവയെ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ഒടുവിൽ കുറേ അധികം അന്വേഷണങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ഒരു പേര് അവർക്ക് കിട്ടി. അത് മിഖായൽ റൊമനോവാണ്. ആരാണ് മിഖായൽ റൊമനോവ്? ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈ അധികാര സ്ഥാനത്തേക്ക് വെക്കാൻ സാധിക്കില്ല. രാജരക്തമൊഴുകുന്ന റോയൽ ഫാമിലിയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. മിഖായൽ റൊമനോവിൻ്റെ അമ്മൂമ്മയുടെ ചേച്ചി അനസ്തേഷ്യ റൊമനോവ് മുമ്പത്തെ ചക്രവർത്തിയായിരുന്ന ഫിയോഡർ ഒന്നാമൻ്റെ അമ്മയാണ്. കൂടാതെ ഇവാൻ ദ ടെറിബിൾ എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള ചക്രവർത്തിയുടെ ഭാര്യയുമായിരുന്നു. അങ്ങനെയാണ് ഈ മിഖായൽ റൊമനോവിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 16 വയസ്സുകാരനാണല്ലോ. 16 വയസ്സുകാരൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ അധികാരം ഉണ്ടായിരിക്കുക അവൻ്റെ അമ്മയ്ക്കായിരിക്കും. അമ്മ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു വെറും 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ഇവന് അതിനുള്ള പക്വതയും പാകതയും ഒന്നുമില്ല, അതുകൊണ്ട് ഇവനെ ഒരിക്കലും അധികാരത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് അമ്മ വാശി പിടിച്ചു. പക്ഷേ ആ വാശി അധികം നാൾ നീണ്ടു നിന്നില്ല. 1613 ഫെബ്രുവരി മാസം 13 മിഖായൽ റൊമനോവ്
അടുത്ത ഒരു ചക്രവർത്തിയായിട്ട്, സാർ ചക്രവർത്തിയായിട്ട് മാറി. അങ്ങനെ റൊമനോവ് ഡൈനാസ്റ്റി ഇവിടെ ആരംഭിക്കുകയാണ്. ഇതൊടുവിൽ അവസാനിക്കുന്നത് 1917 നടന്നിട്ടുള്ള റഷ്യൻ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ്. മിഖായേൽ റൊമനോവ് അധികാരത്തിലേക്ക് വന്നതോടുകൂടി പൊതുവെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് റഷ്യയിൽ ഉണ്ടായിരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ടൈംസ് ഓഫ് ട്രബിൾ അതോടുകൂടി അവസാനിച്ചു. ശത്രു രാജ്യങ്ങളായിട്ടുള്ള പോളിഷ്, ലിത്വാനിയ, അതുപോലെ സ്വീഡൻ രാജ്യങ്ങളുമായിട്ട് സന്ധി സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. ആ സന്ധി സംഭാഷണങ്ങളുടെ ഭാഗമായിട്ട് പിന്നീടുള്ള കുറേയധികം വർഷത്തേക്ക് കാര്യമായിട്ട് യുദ്ധമൊന്നും നടന്നില്ല. പക്ഷേ റഷ്യയ്ക്ക് അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അവരുടെ കുറേയധികം ഭൂഭാഗങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു. അതോടുകൂടിയാണ് ഞങ്ങൾ ഇനി യുദ്ധത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ സമാധാനം സ്ഥാപിക്കപ്പെട്ടത്. അവിടുത്തെ ലാൻഡ് ലോഡുകളായിട്ടുള്ള ബോയേഴ്സിന് കൂടുതൽ അധികാരം ലഭിക്കും, മിഖായേൽ ഒരു പപ്പറ്റ് മാത്രമായിരിക്കുമെന്നൊക്കെ ആയിരുന്നു ലാൻഡ് ലോഡുകൾ തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ മിഖായേലിന് അധികാരം കിട്ടുകയും കുറച്ചുകൂടെ പക്വതയും പാകതയും ഒക്കെ ആയതോടുകൂടി കാര്യങ്ങൾ മൊത്തം കുഴഞ്ഞു മറിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന ലാൻഡ് ലോഡുകളുടെ ഒരുപാട് അധികാരങ്ങൾ മിഖായേൽ വെട്ടിക്കുറച്ചു. ഒടുവിൽ 1645 അദ്ദേഹം സ്വാഭാവികമായിട്ട് മരണമടയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകനായ അലക്സിസ് സാർ അടുത്ത സാർ ചക്രവർത്തിയായിട്ട് മാറിയത്. 1649 അലക്സിസ് പുതിയൊരു നീതിന്യായ വ്യവസ്ഥ തന്നെ ഉണ്ടാക്കി. അതുവരെ ഉണ്ടായിരുന്ന പല നിയമങ്ങളും അദ്ദേഹം പൊളിച്ചെഴുതി. ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അടിമകളാക്കി മാറ്റി. അവർ പിന്നീട് സെർവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാർഷിക അടിമകളായി മാറി. കൃഷി ചെയ്യുന്നവർക്ക് എക്കാലത്തും കൃഷി ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പറയുമ്പോൾ പറയുന്നത് പോലെ പറയുന്ന അത്രയും നേരം കൃഷി ചെയ്യണം. അവർക്ക് ഭക്ഷിക്കാൻ മാത്രമുള്ള എന്തെങ്കിലും ലഭ്യമാകും. അത് കിട്ടിയാൽ കിട്ടിയെന്ന് തന്നെ പറയാം. അതിശക്തമായിട്ടുള്ള, അതിക്രൂരമായിട്ടുള്ള പല പീഡനങ്ങൾക്കും ഇവർ വിധേയരായി. ഇതിനു പുറമെ വലിയ രീതിയിലുള്ള ഒരു ടാക്സ് സ്ലാബ് തന്നെ നടപ്പിലാക്കി. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഉയർന്ന തുക ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള പുതിയ നിയമങ്ങൾ വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളും സമരങ്ങളും നടക്കുന്നുണ്ട്. കർഷകർ സമരത്തിന് മുന്നോട്ട് വരുന്നുണ്ട്. അതുകൂടാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. 1676 അലക്സിസ് മരണമടഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ ഫിയോഡർ മൂന്നാമൻ അടുത്ത ചക്രവർത്തിയായിട്ട് മാറി. പക്ഷേ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഫിയോഡർ മൂന്നാമന് അധിക നാൾ ചക്രവർത്തിയായിട്ടിരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹവും മരണമടയുകയുണ്ടായി. അതിനെ തുടർന്ന് വീണ്ടും വലിയ രീതിയിലുള്ള ലഹളകൾ ആരംഭിച്ചു. പഴയ അതേ പ്രശ്നം തന്നെയാണ്. ഈ പറഞ്ഞ ഫിയോഡർ ഒന്നാമൻ്റെ അതേ അവസ്ഥ തന്നെയാണ്. അദ്ദേഹത്തിന് മക്കൾ ആരുമില്ല. പക്ഷേ സഹോദരന്മാരുണ്ട്. ഈ സഹോദരന്മാർ തമ്മിലാണ് അടി. സഹോദരന്മാർ നേർക്കുനേർ അടിക്കുകയല്ല, അങ്ങനെ അടിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലുള്ള സഹോദരന്മാരല്ല ഇവർ രണ്ടുപേരും. പറഞ്ഞു വരുന്നത് ഇവാൻ അഞ്ചാമനെക്കുറിച്ചും അതുപോലെ പീറ്റർ ഒന്നാമനെക്കുറിച്ചുമാണ്. ഇവാൻ അഞ്ചാമൻ കുറച്ച് പ്രായമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതേസമയം പീറ്റർ ഒന്നാമൻ പൂർണ്ണമായിട്ടും ആരോഗ്യവാനായിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ വെറും 10 വയസ്സ് മാത്രമാണ് പീറ്റർ ഒന്നാമൻ്റെ പ്രായം. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പരസ്പരം നേർക്കുനേരല്ല അടി ഉണ്ടാക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും അമ്മയുടെ കുടുംബക്കാരാണ്. ഈ അമ്മയുടെ കുടുംബക്കാരെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പട്ടാളത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിലുള്ള ഒരു കുടുംബ തർക്കമോ അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിലുള്ള തർക്കമോ അല്ല, അതിനപ്പുറമായിട്ട് അനവധി ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം സെംസ്കി സോബർ വിളിച്ചു കൂട്ടുന്നത്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ചർച്ചയിൽ ഏർപ്പെട്ടു. ഇവാൻ അഞ്ചാമനാണോ അതോ പീറ്റർ ഒന്നാമനാണോ അടുത്ത ചക്രവർത്തിയാകേണ്ടത്? വോട്ട് വീണത് പീറ്റർ ഒന്നാമനാണ്. കാരണം ഇവാൻ അഞ്ചാമന് ഒരിക്കലും ഭരിക്കാൻ സാധിക്കില്ല, വേറൊരാളെ ഭരണം ഏൽപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. പീറ്റർ ഒന്നാമനും അതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ പീറ്റർ ഒന്നാമന് ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ പീറ്റർ ഒന്നാമൻ കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ നല്ല മെച്യൂരിറ്റി ഉള്ള മികച്ച ഒരു ചക്രവർത്തിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ആ ഒരു ചെറിയ കാലയളവിൽ ഏതെങ്കിലും ഒരു റീജൻറ്റിന് അധികാരം കൊടുത്താൽ മതിയല്ലോ. സ്വാഭാവികമായിട്ടും ആ അധികാരം വന്ന് കിട്ടുക പീറ്റർ ഒന്നാമൻ്റെ അമ്മയ്ക്കായിരിക്കും. പക്ഷേ ഇവാൻ അഞ്ചാമൻ്റെ അമ്മയുടെ കുടുംബത്തിലുള്ള ആളുകൾ പല രീതിയിലുള്ള കഥകൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. അത് വാസ്തവമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. അവർ പ്രധാനമായിട്ടും പറഞ്ഞുണ്ടാക്കിയ കഥ പീറ്റർ ഒന്നാമൻ്റെ അമ്മ മനഃപൂർവ്വം ഫിയോഡർ മൂന്നാമന് വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു എന്നാണ്. സത്യാവസ്ഥ എന്താണെന്നറിയില്ല. പക്ഷേ ഫിയോഡർ മൂന്നാമൻ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ചക്രവർത്തിയാകാൻ പോകുന്നത് പീറ്റർ ഒന്നാമനാണ്. ഈ ചക്രവർത്തിമാരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ രാജാക്കന്മാരുടെയും രാജകുമാരിമാരുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന സാധാരണഗതിയിലുള്ള
സംഭവങ്ങൾ വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ പീറ്റർ ഒന്നാമൻ്റെ അമ്മ കൊലപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ചരിത്ര രേഖകളിലൊന്നും അത്തരത്തിലുള്ള തെളിവുകളൊന്നും പങ്കുവെക്കുന്നില്ല. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രസ്താവന ഇവാൻ അഞ്ചാമൻ്റെ അമ്മയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അത് പിന്നീട് ഒരു ചെറിയ യുദ്ധത്തിലേക്ക്, ഒരു സിവിൽ വാറിലേക്ക് മാറുകയും ചെയ്തു. കുറേയധികം ആളുകൾ ആ യുദ്ധത്തിൽപ്പെട്ട് മരിച്ചതിനെ തുടർന്ന് വീണ്ടും സെംസ്കി സോബർ വിളിച്ചുകൂട്ടി. ഒരു സന്ധി സംഭാഷണമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആ സന്ധി സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവാൻ അഞ്ചാമനെയും പീറ്റർ ഒന്നാമനെയും ഒരേപോലെ തന്നെ കോ എംബേഴ്സായിട്ട് അല്ലെങ്കിൽ കോ സാറുമാരായിട്ട് മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ഭരിക്കാൻ സാധിക്കില്ല. രണ്ടുപേർക്കും ഒരുപാട് പോരായ്മകളുണ്ട്. ഇവർക്ക് പകരമായിട്ട് റീജൻ്റായിട്ട് ഭരണം നടത്താൻ ഇവാൻ അഞ്ചാമൻ്റെ സഹോദരിയായിട്ടുള്ള സോഫിയയ്ക്കാണ് അധികാരം കൊടുക്കുന്നത്. 1682 മുതൽ 1689 വരെയുള്ള കാലയളവിൽ സോഫിയ ഭരിച്ചു. വളരെ മികച്ച രീതിയിൽ തന്നെ അവർക്ക് ഭരണ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചു. മികച്ച ഒരു ചക്രവർത്തി തന്നെയായിരുന്നു അവർ. പക്ഷേ 1689 ആയപ്പോഴേക്കും പീറ്റർ ഒന്നാമൻ്റെ വിവാഹം കഴിഞ്ഞു. അദ്ദേഹം അത്യാവശ്യം പ്രായമുള്ള പക്വതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പീറ്റർ ഒന്നാമൻ്റെ അമ്മയുടെ കുടുംബത്തിലെ ആളുകൾ സോഫിയോട് ആ അധികാരത്തിൽ നിന്നും, ആ റീജൻ സ്ഥാനത്ത് നിന്നും മാറി പീറ്റർ ഒന്നാമനും ഇവാൻ അഞ്ചാമനും ഭരിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവാൻ അഞ്ചാമൻ അതൊരു പപ്പറ്റായിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഭരിക്കാനൊന്നും അറിയില്ല. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു മാനസിക സവിശേഷതയല്ല ഉള്ളത്. സ്വാഭാവികമായിട്ടും പീറ്റർ ഒന്നാമന് പൂർണ്ണമായിട്ടുള്ള അധികാരം ലഭിക്കും. ഇത് മനസ്സിലാക്കിയ സോഫിയ അധികാരം വിട്ടൊഴിയാനായിട്ട് കൂട്ടാക്കിയില്ല. അതിനെ തുടർന്ന് പട്ടാളത്തെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ സോഫിയെ ഒരു മൊണാസ്ട്രിയിൽ തടവിൽ പാർപ്പിക്കുകയാണ്. പിന്നീടുള്ള കാലഘട്ടം മുഴുവനും സോഫിയ ആ ഒരു മൊണാസ്ട്രിയിൽ തന്നെയാണ് പിന്നീടുള്ള കാലഘട്ടം കഴിച്ചു കൂട്ടിയത്. പീറ്റർ ഒന്നാമൻ പൂർണ്ണമായിട്ടുള്ള അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഇപ്പോഴും അദ്ദേഹം കോ എംപറർ മാത്രമാണ്. ഇവാൻ അഞ്ചാമനും തൻ്റെ ഒപ്പമുണ്ട്. ഇവാൻ അഞ്ചാമന് അധികകാലം ആയുസ്സുണ്ടായിരുന്നില്ല. അദ്ദേഹം 1696 മരണമടഞ്ഞു. പൂർണ്ണമായിട്ടും അധികാരം ഇപ്പോൾ പീറ്റർ ഒന്നാമൻ്റെ കയ്യിലാണ്. പീറ്റർ ഒന്നാമൻ വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് റഷ്യയെ കൂടുതൽ മോഡേണൈസ്ഡ് ആക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു സാമ്രാജ്യം അത് റഷ്യൻ സാമ്രാജ്യമാണ്. ബാക്കിയുള്ള മിക്ക രാജ്യങ്ങളും ഈ പറയപ്പെടുന്ന യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും സ്വാഭാവികമായിട്ടുള്ള വളർച്ചയിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നോക്കം നിൽക്കുന്ന ഈ റഷ്യയെ മറ്റ് രാജ്യങ്ങളോടൊപ്പം തന്നെ എത്തിക്കാൻ വേണ്ടി മോഡേണൈസ് ചെയ്യാനായിട്ട് പീറ്റർ ഒന്നാമൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യാവസായിക ശാലകൾ ഇവിടെ ആരംഭിച്ചു. പീറ്റർ ഒന്നാമൻ ബോയേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലാൻഡ് ലോഡ്സിൻ്റെ താടി ബലമായിട്ട് വടിച്ച് കളയാനുള്ള ഉത്തരവ് പോലും ഇറക്കി. കാരണം ഇവർ വളരെ പ്രാകൃതമായിട്ട് ഒരുപാട് താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. യൂറോപ്പിലെ മറ്റ് പല ആളുകളും ഈ ആളുകളെ, അതായത് റഷ്യയിലുള്ള ലാൻഡ് ലോഡ്സിനെയും അവിടെയുള്ള ആളുകളെയും ഒക്കെ കളിയാക്കുമായിരുന്നു. പ്രാകൃതരായിട്ടുള്ള മനുഷ്യരെന്ന് പറഞ്ഞ് കളിയാക്കും. അതൊഴിവാക്കാനായിട്ട് കൂടുതൽ മോഡേണൈസ്ഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ താടി വടിക്കാനുള്ള ഓർഡർ പോലും പുറപ്പെടുവിക്കുന്നത്. റഷ്യൻ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത് ശരിക്കും പീറ്റർ ഒന്നാമനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഭരണ പരിഷ്കാരം അത് പിന്നീട് വർഷങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ തന്നെ, വലിയ സാമൂഹിക മാറ്റങ്ങൾ തന്നെ റഷ്യയിൽ സൃഷ്ടിച്ചു. ആ ഭരണ പരിഷ്കാരമാണ് ടേബിൾ ഓഫ് റാങ്ക്. ഓരോ ആളുകൾക്കും അവരുടെ സവിശേഷതയനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച് ഓരോരോ റാങ്കുകൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതായത് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും ഉയർന്ന റാങ്ക്, താഴേക്ക് പോകും തോറും അധികാരവും റാങ്കും ഒക്കെ കുറഞ്ഞു വരും. ഇവിടുത്തെ കഴിവ് എന്നുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പണമാണ്. ഏറ്റവും കൂടുതൽ പണമുള്ള ആൾക്ക് ഏറ്റവും ഉയർന്ന അധികാരം, ഏറ്റവും കുറഞ്ഞ പണമുള്ള ആൾക്ക് കുറഞ്ഞ അധികാരം. പക്ഷേ ഏറ്റവും കുറഞ്ഞ പണമുള്ള ആൾക്ക് പല രീതിയിലൂടെ പണമുണ്ടാക്കി ഉയർന്ന റാങ്കിലേക്ക് വരാനായിട്ട് സാധിക്കും. ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്തുന്ന ആളുകളായിരിക്കും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ കൂടുതൽ പണവും റഷ്യക്ക് കിട്ടും. അപ്പോൾ ആളുകൾ തമ്മിലൊരു മത്സരം ഉണ്ടാകും. ആ മത്സരത്തിലൂടെ കൂടുതൽ ആളുകൾക്ക് പണം സമ്പാദിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ ആളുകളെ രണ്ട് തട്ടിലായിട്ട് വേർതിരിക്കുകയാണ്. സാധാരണഗതിയിലുള്ള വ്യാവസായിക സ്ഥാപനങ്ങളിലൊക്കെ ദിവസക്കൂലിക്കൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരെന്തൊക്കെ ശ്രമിച്ചാൽ പോലും ഒരിക്കലും ഏറ്റവും മുകളിലുള്ള റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. കൂടാതെ സെർവ്സ് എന്ന പേരിൽ ഒരുപാട് അടിമകളുണ്ട്. അവർ കൃഷി ചെയ്യുന്നതാണ് അവരുടെ ജോലി. അവർ ശരിക്കും അത് ജോലിയല്ല, അടിമപ്പണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ അടിമപ്പണി ചെയ്യുന്ന ആളുകൾക്കും ഒരിക്കലും ഉയർന്ന റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല.
ഇതാണ് പിന്നീട് ബൂർഷ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ബൂർഷ്വാസികളില്ല, പക്ഷേ എല്ലാത്തിൻ്റെയും തുടക്കം ഈ ഒരു കാലഘട്ടമായിരുന്നു. പീറ്റർ ഒന്നാമനായിരുന്നു. 1762 കാതറിൻ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിനിയാണ് റഷ്യ ഭരിച്ചത്. അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരുപാട് നടപടികളുമാണ് അവർ സ്വീകരിക്കുന്നത്. പാവങ്ങളെ അവർ കണ്ടില്ലെന്ന് നടിച്ചു. ഏറ്റവും കൂടുതൽ പണവും അധികാരവും ഒക്കെ വെച്ചു കൊടുക്കുന്നത് ഏറ്റവും മുകളിലത്തെ റാങ്കിലുള്ള ആളുകൾക്കാണ്. അവർക്ക് കൂടുതൽ വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. താഴെയുള്ള ആളുകൾ എന്നും താഴെയുള്ള ആളുകളായിട്ട് നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പ് വരുത്തണമായിരുന്നു. ഏറ്റവും മുകളിലുള്ള ആളുകളെ എക്കാലത്തെയും ഏറ്റവും മുകളിലേക്ക് എത്തിക്കണമായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു വേർതിരിവാണ് മുകളിലുള്ള ആളും താഴെയുള്ള ആളും തമ്മിൽ ഉണ്ടാകുന്നത്. ഇതാണ് പിന്നീട് ബൂർഷ്വാസികളും ഏറ്റവും താഴെയുള്ള തൊഴിലാളി വർഗവും ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയത്. 1855 അലക്സാണ്ടർ രണ്ടാമൻ ചക്രവർത്തിയായിട്ട് മാറി. അദ്ദേഹം 1881 വരെ ചക്രവർത്തിയായിരുന്നു. ഈ കാലയളവിലാണ് സെർവ്സ് അല്ലെങ്കിൽ കാർഷിക അടിമകൾക്ക് കൂടുതൽ ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നത്. അതിനെ തുടർന്ന് അവർക്ക് ഒരു യൂണിറ്റി ഉണ്ടാകുന്നു. അവർ കൂടിച്ചേർന്ന് വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അരാജകത്വം ഉണ്ടായതിനെ തുടർന്ന് സെർഫുകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഓർഡർ പോലും അലക്സാണ്ടർ രണ്ടാമന് ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നു. 1894 അവസാനത്തെ സാർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ അധികാരത്തിലേറുന്നത്. അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം ഒരുപാട് മോഡേണൈസേഷൻ നടപ്പിലാക്കുന്നു. കുറേയധികം ഫാക്ടറികൾ മോസ്കോയിലും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലും ഒക്കെ പുതുതായിട്ട് ഉണ്ടായി വന്നു. അതിനെ തുടർന്ന് മറ്റ് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പല ആളുകളും അവിടുത്തെ കൃഷിയൊക്കെ ഉപേക്ഷിച്ച് ഈ പറയപ്പെടുന്ന പട്ടണങ്ങളിലേക്ക് അവിടുത്തെ ഫാക്ടറികളിൽ ജോലി ചെയ്യാനായിട്ട് എത്തിച്ചേർന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഫാക്ടറി ജീവനക്കാർക്ക് കൃഷിക്കാരന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മികച്ച ശമ്പളം ലഭ്യമായിരുന്നു. അങ്ങനെയാണ് ഇവർ ഇവിടെ എത്തിച്ചേരുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന കാർഷിക സ്ഥിതിയെ മോശമായിട്ട് ബാധിച്ചു. അധികമാരും ഇത്തരത്തിൽ കൃഷി ചെയ്യാത്തതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ഫുഡ് സ്കേഴ്സിറ്റിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഭക്ഷണത്തിൻ്റെ അഭാവം എല്ലാ മേഖലകളിലും ബാധിക്കപ്പെട്ടു. കാര്യമായിട്ട് ഭക്ഷണം ലഭ്യമാകാതെയായി. ഭക്ഷണത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഉൽപ്പാദനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിലയും കൂടും. അതോടുകൂടി ബൂർഷ്വാസികൾക്ക് മാത്രം ഭക്ഷണം വില കൊടുത്ത് മേടിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. സാധാരണക്കാരായിട്ടുള്ള ഫാക്ടറി ജീവനക്കാർക്കും എന്തിന് കൃഷി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും പണം കൊടുത്ത് ഈ പറയപ്പെടുന്ന ഭക്ഷണമൊന്നും മേടിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി. ഇത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകുന്നു. പക്ഷേ ഈ പ്രക്ഷോഭങ്ങളൊക്കെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർ നിക്കോളാസ് രണ്ടാമനെ തങ്ങളുടെ രാജ്യത്തിൻ്റെ തന്നെ പിതാവായിട്ടാണ് കണ്ടിരുന്നത്. രാജ്യത്തിലുള്ള സകല പൗരന്മാരുടെയും തലതൊട്ടപ്പനായിട്ടുള്ള എല്ലാവരെയും സംരക്ഷിക്കാനുള്ള അധികാരം നിക്കോളാസ് രണ്ടാമനുണ്ടെന്നും അദ്ദേഹം വളരെ കാരുണ്യവാനായിട്ടുള്ളൊരു വ്യക്തിയാണെന്നും ഇവർ തെറ്റിദ്ധരിച്ചിരുന്നു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ചക്രവർത്തിയെ നേരിട്ട് അറിയിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നിവേദനവുമായി ഒരു വലിയ സംഘം സാധാരണക്കാർ അല്ലെങ്കിൽ തൊഴിലാളി വർഗം പെട്രോഗാഡിലെ വിൻ്റർ പാലസിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ വളരെ രൂക്ഷമായ രീതിയിലായിരുന്നു അന്ന് നിക്കോളാസ് രണ്ടാമൻ ഇവരെ നേരിട്ടത്. വളരെ സമാധാനപരമായിട്ടുള്ള ഒരു റാലിയായിരുന്നു അത്. ആ റാലിയിലേക്കാണ് ആക്രമണം അഴിച്ചുവിട്ടത്. പട്ടാളക്കാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു, വെടിവെച്ച് കൊല്ലുക. അങ്ങനെ അനേകം ആളുകളാണ് ആ ഒരു സമാധാനപരമായിട്ടുള്ള പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത്. പല സോഴ്സുകളിലും പല രീതിയിലുള്ള കണക്കുകളാണ് പറയുന്നത്. ചിലർ പറയുന്നു 100 കണക്കിന് ആളുകൾ, ചിലർ പറയുന്നു 200 ആളുകൾ, ചിലയിടത്തൊക്കെ പറയുന്നത് 1000 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ്. ഈ ഒരു സംഭവത്തെ തുടർന്ന് തൊഴിലാളി വർഗത്തിൻ്റെ മൊത്തത്തിലുള്ള നേച്ചർ തന്നെ മാറി. അതുവരെ അവർ ദൈവത്തെ പോലെ അല്ലെങ്കിൽ അവരുടെ പിതാവിനെ പോലെ കണ്ടിരുന്ന നിക്കോളാസ് രണ്ടാമനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള സമരമാർഗങ്ങൾ അവർ ആവിഷ്കരിച്ചു. ഫാക്ടറി ജീവനക്കാരും കർഷകരും പണി ചെയ്യാതെ പണിമുടക്കിൻ്റെ രൂപത്തിൽ അവർ സമരങ്ങൾ നടത്തി. വളരെ അഗ്രസീവായിട്ടുള്ള പല ആക്രമണങ്ങളും ഈ കാലഘട്ടത്തിൽ നടക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന വളരെ പ്രമുഖരായിട്ടുള്ള പല ലാൻഡ് ലോഡ്സിൻ്റെയും ഭൂമികൾ ഇവർ ബലമായിട്ട് പിടിച്ചെടുത്ത് അത് അവരുടേതാക്കി മാറ്റി അവിടെ പിന്നീട് കൃഷി ചെയ്യാനും അതിൻ്റെ വിളവെടുപ്പ് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാനും അവർ ശ്രമിച്ചു. വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ സംഭവിക്കുന്നത്. അതിനെ തുടർന്ന് ഒരുപാട് കർഷകരും ഒരുപാട് പ്രൊട്ടസ്റ്റേഴ്സും ഒക്കെ കൊല്ലപ്പെട്ടു. ഈ അരാജകത്വമൊക്കെ ഇല്ലാതെയാക്കാൻ സാർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കി. 1905 അദ്ദേഹം മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നത്. ഈ മാനിഫെസ്റ്റോ ഒക്ടോബർ മാനിഫെസ്റ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നു.
ഇതിലൂടെ അദ്ദേഹം ഡ്യൂമ എന്ന പേരിൽ പുതിയൊരു അസംബ്ലി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇലക്ഷനിലൂടെ മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളായിരിക്കും ആ അസംബ്ലിയിലെ അംഗങ്ങൾ. പുതിയതായിട്ട് റഷ്യയിൽ ഉണ്ടാക്കുന്ന സകല നിയമങ്ങളും ഈ അസംബ്ലിയിൽ ചർച്ച ചെയ്ത് വോട്ടിനിട്ട് ഉയർന്ന വോട്ട് കിട്ടിയാൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ. പക്ഷേ അവിടെ ഒരു വലിയ പോരായ്മയുമുണ്ട്. ഇതിനെ വീറ്റോ ചെയ്യാനുള്ള അധികാരം, പൂർണ്ണമായിട്ടുള്ള അധികാരം നിക്കോളാസ് രണ്ടാമനുണ്ട്. നിക്കോളാസ് രണ്ടാമന് ഇഷ്ടമല്ലാത്ത ഒരു തീരുമാനമാണ് ഈ അസംബ്ലി എടുക്കുന്നതെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് വീറ്റോ ചെയ്യാനായിട്ട് നിക്കോളാസ് രണ്ടാമന് സാധിക്കും. എങ്കിൽ പോലും ഇത് വലിയ രീതിയിലുള്ള ഒരു സമാധാനമാണ് റഷ്യയിൽ ഉണ്ടാക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന വലിയ സമരങ്ങളും പണിമുടക്കുകളും അതോടുകൂടി ഭാഗികമായിട്ടെങ്കിലും അവസാനിച്ചു. പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ ഒരു മുറിപ്പാടുണ്ട്. കാരണം വളരെ സമാധാനമായിട്ട് നടന്നിട്ടുള്ള ഒരു സമരത്തിൽ ഒരു കാരണവുമില്ലാതെ വെടിവെപ്പിലൂടെ അനേകം സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെ ഇല്ലായ്മ ചെയ്ത വ്യക്തിയാണ് നിക്കോളാസ് രണ്ടാമൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം ഉള്ളിൽ ഒരു വൈരാഗ്യം നിക്കോളാസ് രണ്ടാമനോടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ഈ ഘട്ടത്തിൽ തങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു അസംബ്ലി ഉണ്ടാക്കാൻ തീരുമാനിച്ചതിൽ അവർക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. ഡ്യൂമ അസംബ്ലിക്ക് അനുവാദം കൊടുക്കുന്നതിന് പുറമെ കുറേയധികം പൗരാവകാശങ്ങളും അവിടുത്തെ പൗരന്മാർക്ക് നിക്കോളാസ് രണ്ടാമൻ നൽകി. അത് അദ്ദേഹം സ്വമേധയാ കൊടുത്തതായിരുന്നില്ല. അവിടെ നടന്നിരുന്ന പ്രക്ഷോഭങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ പൗരാവകാശമാണ്. സ്വതന്ത്രമായിട്ട് സംസാരിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള മതം ചൂസ് ചെയ്യാനും മതാചാരങ്ങൾ നടപ്പിലാക്കാനുമുള്ള അവകാശം, അതുപോലെ സംഘടിച്ച് അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുമുള്ള അവകാശം. ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ആളുകൾക്ക് കൂട്ടം കൂടാനൊന്നും സാധിക്കില്ല. അങ്ങനെ കൂട്ടം കൂടിക്കഴിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ ഒന്നും ചോദിക്കാതെ തന്നെ അവിടെയുള്ള പട്ടാളക്കാർക്ക് ഇവരെ വെടിവെച്ച് കൊല്ലാൻ സാധിക്കുമായിരുന്നു. അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ മൊത്തത്തിൽ പൊളിച്ചെഴുതുന്ന രീതിയിലാണ് പുതിയ പൗരാവകാശം വരുന്നത്. പക്ഷേ ഈ ഡ്യൂമ അത് വളരെ നിർണായകമായിട്ടുള്ളൊരു ശക്തിയായിട്ടൊന്നും മാറിയില്ല. ആദ്യത്തെ ഡൂമ വെറും 72 ദിവസം മാത്രമാണ് നിലനിന്നത്. 1906 ഏപ്രിൽ മാസം 27 അധികാരത്തിൽ വന്നതെങ്കിൽ പോലും ജൂലൈ മാസം 8 സാർ ചക്രവർത്തി തന്നെ അവരെ പിരിച്ചുവിട്ടു. അതിനുശേഷമാണ് പിന്നീട് രണ്ടാമത്തെ ഡ്യൂമ ഉണ്ടാകുന്നത്. കാര്യമായിട്ടുള്ള അധികാരമൊന്നും ഇപ്പോഴും ഈ ഡ്യൂമയ്ക്കില്ല. പേരിന് വേണ്ടി മാത്രമുള്ള ഒരു അസംബ്ലി ആയിട്ട് അവർ പ്രവർത്തിച്ചു. ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഒരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാർ ചക്രവർത്തി തന്നെ പല ഘട്ടങ്ങളിൽ പല ഓർഡേഴ്സ് ഉണ്ടാക്കി ആ ഓർഡറുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അധികാരം വെട്ടിക്കുറച്ചു. ഈ ഓർഡറുകളൊക്കെ ഒടുവിൽ എത്തിച്ചേരുന്നത് ഈ ഡ്യൂമ അസംബ്ലിയിലാണ്. ഡ്യൂമ അസംബ്ലി അപ്പോൾ തന്നെ അത് റിജക്റ്റ് ചെയ്യും. പക്ഷേ അതിനെ വീറ്റോ ചെയ്യാനുള്ള അധികാരം നിക്കോളാസിനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിക്കോളാസ് ആ അധികാരം ഉപയോഗിച്ചിട്ട് ഇതിനെ വീറ്റോ ചെയ്ത് ആ നിയമങ്ങൾ നടപ്പിലാക്കി ഡ്യൂമയുടെ അധികാരം കുറച്ച് കൊണ്ടുവന്നു. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധത്തിൽ ജർമ്മനിക്കും ഓസ്ട്രോ ഹംഗേറിയനും അതുപോലെ തുർക്കിക്കും എതിരായിട്ട് നിൽക്കുന്ന ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒരു ഭാഗമായിട്ട് റഷ്യ മാറി. യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് റഷ്യയ്ക്ക് പലപ്പോഴായിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും ആളുകൾ നിക്കോളാസ് രണ്ടാമൻ എന്ന സാർ ചക്രവർത്തിയെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. കാരണം സാർ ചക്രവർത്തി ആയിരുന്നില്ല സൈന്യത്തിൻ്റെ സുപ്രീം കമാൻഡർ. അന്ന് സൈന്യത്തിൻ്റെ സുപ്രീം കമാൻഡർ ആയിരുന്നത് നിക്കോളാസ് രണ്ടാമൻ്റെ ഒരു കസിനായിരുന്ന ഗ്രാൻഡ് ഡ്യൂക്ക് നിക്കോളായി നിക്കോളോവിച്ച് ആണ്. തുടർച്ചയായിട്ടുള്ള ഈ തോൽവിയെ തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ നിക്കോളായി നിക്കോളോവിച്ചിനെ ആ അധികാരത്തിൽ നിന്ന് മാറ്റി സ്വയം സുപ്രീം കമാൻഡറായിട്ട് അവരോധിതനായി. എന്നാൽ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. കാരണം മുൻപ് യുദ്ധത്തിൽ ഏൽക്കുന്ന പരാജയങ്ങൾക്ക് ജനങ്ങൾ ഒരിക്കലും ഈ നിക്കോളാസ് രണ്ടാമനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. കാരണം നിക്കോളാസ് രണ്ടാമന് അതുമായിട്ട് ബന്ധമില്ല. അദ്ദേഹമല്ല നേരിട്ട് ഈ സൈന്യത്തെയൊക്കെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല മറ്റൊരാൾക്കായിരുന്നു. ഈ ഒരു അധികാരം കൂടി സ്വയം നിക്കോളാസ് രണ്ടാമൻ ഏറ്റെടുത്തതോടുകൂടി അദ്ദേഹം വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുകയായിരുന്നു. നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. യുദ്ധത്തെ തുടർന്ന് അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക അവസ്ഥ മോശമായിരുന്നു. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് റഷ്യൻ എക്കോണമി കൂപ്പുകുത്തി. അതിന് പുറമെയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. യുദ്ധത്തിൽ ചില ഘട്ടങ്ങളിലൊക്കെ ഓസ്ട്രോ ഹംഗേറിയനെ കീഴ്പ്പെടുത്താനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജർമ്മനിക്കെതിരെ കനത്ത പരാജയങ്ങളായിരുന്നു സോവിയറ്റ് യൂണിയൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ വിശദമാക്കുന്നില്ല. ഒന്നാം ലോക മഹായുദ്ധം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തതാണ്. താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യ യുദ്ധത്തിലും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെയധികം പിന്നോക്കം പോയി. അതിൻ്റെയൊക്കെ പഴി ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അവിടുത്തെ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളാസ് രണ്ടാമനാണ്. മാത്രമല്ല
കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള റോൾ ഇല്ലാതെയുമായി. കാരണം ഇപ്പോൾ യുദ്ധ മുന്നണിയിലാണ് അദ്ദേഹം എപ്പോഴും നിൽക്കുന്നത്. വാർ ഫ്രണ്ടിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് കൊട്ടാരത്തിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കാതെയായി. കൊട്ടാരത്തിൽ ഇപ്പോൾ അധികാരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പത്നിയായ ചക്രവർത്തിനിയായ അലക്സാൻഡ്രിയയും അതുപോലെ അവരുടെ ആത്മീയ ഗുരുവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഹീലറായിട്ടുള്ള റാസ്പുരിനുമാണ്. റാസ്പുരിൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നത്. അദ്ദേഹം ഒരു സ്പിരിച്വൽ ഹീലർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് അദ്ദേഹം ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ പല ആളുകളുടെയും വേദനകൾ ഇല്ലാതെയാക്കുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നു. പക്ഷേ പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു ഹിപ്നോട്ടിസ്റ്റ് ആയിരുന്നു. ആ ഹിപ്നോട്ടിസത്തിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പല തെറ്റിദ്ധാരണകളും ആളുകളിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്. നിക്കോളാസ് രണ്ടാമനും അലക്സാൻഡ്രിയ എന്ന ചക്രവർത്തിനിക്കും ഒരു ഇളയ മകനുണ്ട്. അവർക്ക് അതിനു പുറമെ 4 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇളയ മകൻ ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു അസുഖ ബാധിതനാണ്. അതായത് ആ കുട്ടിയുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം തോരാതെ ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കും. അതൊരിക്കലും കട്ടിപിടിക്കില്ല. അങ്ങനെ കട്ടിപ്പിടിക്കാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ജനിച്ച നാൾ മുതൽ അലക്സിക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്പിരിച്വൽ ഹീലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റാസ്പുരിൻ ഈ കൊട്ടാരത്തിലേക്ക് വന്നതോടുകൂടി വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ അലക്സിക്ക് ഉണ്ടായത്. അല്ലെങ്കിൽ അലക്സിക്ക് അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന രീതിയിൽ ചക്രവർത്തിനിയെ തെറ്റിദ്ധരിപ്പിക്കാൻ റാസ്പുരിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ചക്രവർത്തിനിയോടൊപ്പം എല്ലായ്പ്പോഴും റാസ്പുരിനുണ്ട്. റാസ്പുരിന് കാര്യമായിട്ടുള്ള അധികാരങ്ങളുമുണ്ട്. വലിയ രീതിയിലുള്ള അവ്യൂഹങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രചരിച്ചു. റാസ്പുരിനും ചക്രവർത്തിനിയും തമ്മിൽ വഴിവിട്ടിട്ടുള്ള ബന്ധങ്ങളുണ്ടെന്ന് പല ആളുകളും വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം അത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഈ റാസ്പുരിൻ ആളത്ര നീറ്റൊന്നുമായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു. വലിയ വലിയ പ്രമുഖരുടെ ഒഫീഷ്യലുകളുടെയൊക്കെ ഭാര്യമാരുമായിട്ട് അദ്ദേഹത്തിന് രഹസ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിച്ചു. ആ സ്ത്രീകളെയൊക്കെ വശീകരിക്കാനായി അദ്ദേഹം ഹിപ്നോട്ടിസം ഉപയോഗിച്ചതായിട്ട് പിന്നീട് പല ചരിത്രകാരന്മാരും അന്വേഷകരും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. റാസ്പുരിൻ്റെ ഈ പ്രവർത്തികൾ കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഒഫീഷ്യലുകൾക്കും ലാൻഡ് ലോഡ്സിനും റാസ്പുരിനോട് വലിയ രീതിയിലുള്ള അരിശമുണ്ടായിരുന്നു. അലക്സാൻഡ്രിയ ചക്രവർത്തിനിയും അതുപോലെ റാസ്പുരിനും കൂടിച്ചേർന്ന് സ്വയം അധികാരം ഏറ്റെടുക്കുകയും നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കുകയും അവർ രണ്ടുപേരും മാത്രമായിട്ട് ഈ രാജ്യം പൂർണ്ണമായിട്ട് ഭരിക്കുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. ഇവരുടെ ഈ ചിന്താഗതി ഏകദേശം ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിക്കോളാസ് രണ്ടാമൻ സുപ്രീം കമാൻഡറായിട്ട് അധികാരം ഏറ്റെടുത്ത് കൊട്ടാരത്തിന് വെളിയിലേക്ക് വാർ ഫ്രണ്ടിലേക്ക് പോയതോടുകൂടി വലിയ രീതിയിലുള്ള തെറ്റായിട്ടുള്ള നടപടികളാണ് ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വളരെ മികച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുകയും ഭരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അനവധി മന്ത്രിമാരെ ആ സ്ഥാനത്തു നിന്നും പുറത്താക്കി. വലിയ കാര്യക്ഷമതയൊന്നുമില്ലാത്ത ഈ റാസ്പുരിന് താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്ന പല ആളുകളെയും ആ സ്ഥാനത്തേക്ക് അവരോധിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ റഷ്യ തന്നെ തകരുകയും ലാൻഡ് ലോഡുകൾക്ക് ഇപ്പോഴുള്ള അധികാരങ്ങൾ നഷ്ടമാകുകയും ചെയ്യുമെന്ന് അവർ ഭയപ്പെട്ടു. അതിനെ തുടർന്ന് പല ഘട്ടങ്ങളിലായിട്ട് അവർ റാസ്പുരിനെ കൊല്ലാനായിട്ട് വകവരുത്താനായിട്ട് ശ്രമിച്ചു. എന്നാൽ അതിൽ മിക്കതും പരാജയമായിരുന്നു. എന്നാൽ ഒടുവിൽ അദ്ദേഹത്തെ സൈനൈഡ് കൊടുത്തു കൊന്നതായിട്ടും അല്ലാതെ വെടിവെച്ച് കൊന്നതായിട്ടും ഒക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ലാൻഡ് ലോഡുകൾ ഗൂഢാലോചനയിലൂടെ റാസ്പുരിനെ വകവരുത്തി. ഓരോ ദിവസം കഴിയുന്തോറും റഷ്യയ്ക്ക് യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ലക്ഷക്കണക്കിന് പട്ടാളക്കാരെയാണ് അവർക്ക് ഈ കാലയളവിൽ നഷ്ടമായത്. അവരുടെ പല പ്രദേശങ്ങളും വളരെ ഈസി ആയിട്ട് ജർമ്മനിക്ക് കീഴടക്കാൻ പോലും സാധിച്ചു. ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള യുദ്ധത്തിലൂടെയുള്ള അനുഭവങ്ങൾ നേരിടുമ്പോഴും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് വേതനം ലഭിക്കാതെയായി, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കാതെയായി. അങ്ങനെ 1917 ജനുവരി മാസം 9 പെട്രോഗ്രാഡിൽ ജീവനക്കാർ ഒരു വലിയ സമരം തന്നെ നടത്തി. അതിനുശേഷം തൊട്ടടുത്ത മാസം തന്നെ ഫെബ്രുവരി മാസം 23 അത് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ്. ആ വുമൻസ് ഡേയിൽ വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭം സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. സ്ത്രീകൾ വലിയ കൂട്ടമായിട്ട് വലിയ പ്ലക്കാർഡുകളും ഏന്തി തെരുവിലിറങ്ങി. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങൾക്ക് റൊട്ടി വേണമെന്നാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പോലും ലഭ്യമാകുന്നില്ല. അവരുടെ വാദം കൃത്യമാണെന്ന് മനസ്സിലാക്കിയ മറ്റ് പല ആളുകളും, പല വിദ്യാർത്ഥികളും, പല പട്ടാളക്കാർ പോലും ഇവരുടെ പിന്നിൽ അണിനിരന്നു. ഇവരെ അടിച്ചൊതുക്കാനായി സാർ ചക്രവർത്തി കുറേയധികം പട്ടാളക്കാരെ ഏർപ്പാടാക്കിയെങ്കിൽ പോലും ഈ പട്ടാളക്കാർ പിന്നീട്
ഇതേ പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ട്, ഇതേ സമരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് പോലും നമുക്ക് കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ ഡ്യൂം അസംബ്ലി നിലവിലുണ്ട്. അതിൽ കുറേയധികം അംഗങ്ങളുമുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഡ്യൂം അസംബ്ലി നിലനിൽക്കുന്നത് തൻ്റെ അധികാരത്തിന് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ നിക്കോളാസ് ഡ്യൂമിനെ പിരിച്ചുവിട്ടു. പക്ഷേ പിരിച്ചുവിട്ടതായിട്ട് ഡ്യൂം അംഗീകരിച്ചില്ല. അവർ ഒരു പ്രൊവിഷണൽ കമ്മിറ്റി ഉണ്ടാക്കി. പുതിയതായിട്ട് ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന ഒരു സർക്കാരിന് മുന്നോടിയായിട്ട് നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രൊവിഷണൽ കമ്മിറ്റി നടപ്പിലാക്കുന്നത്. ഈ കമ്മിറ്റി കൂടുതൽ ശക്തമായി മാറിയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന പല ഒഫീഷ്യലുകൾക്കും പട്ടാളക്കാർക്കും ഒരു തോന്നലുണ്ടായി. നിക്കോളാസ് രണ്ടാമനല്ല ഈ രാജ്യം ഭരിക്കുന്നത്, അത് ഈ പറയപ്പെടുന്ന പ്രൊവിഷണൽ കമ്മിറ്റിയാണെന്നുള്ള തോന്നൽ. അത് ഏറെക്കുറെ സത്യമായിരുന്നു. നിക്കോളാസ് രണ്ടാമനും ആ കാര്യത്തിൽ ബോധ്യമുണ്ടായി. ഈ അധികാരത്തിൽ ഇങ്ങനെ പിടിച്ചു നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല, അധികം വൈകാതെ തന്നെ ഇവർ തന്നെ വകവരുത്തുമെന്ന് മനസ്സിലാക്കിയ നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തി സ്ഥാനത്ത് നിന്നും 1917 മാർച്ച് മാസം 2-ാം തീയതി രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കസിനായ ഗ്രാൻഡ് ഡ്യൂക്ക് മൈക്കിളിന് അധികാരം വെച്ചു കൊടുത്തു. പക്ഷേ മൈക്കിൾ അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഇത് ഒരു അധികാരമല്ല, ഒരു മുൾക്കിരീടമാണെന്ന് മൈക്കിളിന് ബോധ്യമുണ്ട്. കാരണം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുകയാണ്. ആ പ്രക്ഷോഭം നടത്തുന്ന ആളുകൾ അധികാരത്തിലിരിക്കുന്ന ചക്രവർത്തിയുടെ തല വെട്ടാൻ പോലും മുതിരുമെന്ന് മൈക്കിളിന് ബോധ്യമുണ്ട്. നിക്കോളാസ് രണ്ടാമനും അതിൽ കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ നിന്നും രാജിവെക്കുന്നത്. പ്രൊവിഷണൽ കമ്മിറ്റി പിന്നീട് ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് ആയിട്ട് മാറി. ആ ഗവൺമെൻറ്റിൻ്റെ നേതാവായിട്ട് മാറുന്നത് ഈ പ്രൊവിഷണൽ കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്ന പ്രിൻസ് ജോർജി ലിവോവാണ്. ജോർജി ലിവോവ് ഒരു ബൂർഷ്വാസിയായിരുന്നു. അതായത് അയാൾ സാധാരണഗതിയിലുള്ള ഒരു തൊഴിലാളി വർഗത്തിൻ്റെ നേതാവല്ല. അയാൾ ഒരു ഉയർന്ന തലത്തിലുള്ള വലിയ ധനികനായിട്ടുള്ള ഒരു ബൂർഷ്വാസിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരു തൊഴിലാളി വർഗത്തിൻ്റെ വേദനയൊന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. അത്തരത്തിലുള്ള വേദനകൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുപോലും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഗവൺമെൻറ് അത് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കില്ല. മറിച്ച് സാർ ചക്രവർത്തി എങ്ങനെയാണോ ഭരിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ ഭരിക്കുന്ന ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കുമെന്നും ജനങ്ങൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ തൊഴിലാളി വർഗം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാതെ പൂർണ്ണമായിട്ടും അവരുടെ പ്രദേശങ്ങളിലുള്ള അതാത് സോവിയറ്റുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. സോവിയറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം വർക്കേഴ്സ് കൗൺസിൽ അല്ലെങ്കിൽ തൊഴിലാളികളുടെ കൗൺസിൽ എന്നാണ്. ആദ്യത്തെ സോവിയറ്റ് ഉണ്ടാകുന്നത് 1905 ആ കാലഘട്ടത്തിൽ റഷ്യയും ജപ്പാനും തമ്മിൽ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം നടക്കുകയും റഷ്യയ്ക്ക് വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു. സാമ്പത്തികമായിട്ടുള്ളൊരു വലിയ ബാധ്യത അന്നുണ്ടായി. അതിനെ തുടർന്ന് പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് പോലും കൃത്യമായിട്ട് ശമ്പളം കിട്ടാതെയായി. ഇവാനോവോ എന്ന് പറയുന്ന ഒരു പ്രദേശത്തുണ്ടായിരുന്ന ടെക്സ്റ്റൈലിലെ ജീവനക്കാർക്ക് വേണ്ടി, അവർക്ക് സംഘടിക്കാൻ വേണ്ടി, അവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് ഇവാനോവ് സോവിയറ്റ് എന്ന പേരിൽ ഒരു സോവിയറ്റ് ആരംഭിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇതേ രീതിയിലുള്ള പല സോവിയറ്റുകളും ഉണ്ടായി വന്നു. അത് തൊഴിലാളി വർഗത്തിന് വേണ്ടി മാത്രമുള്ള സോവിയറ്റുകളല്ല, അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടി മാത്രമുള്ള സോവിയറ്റുകളല്ല, പട്ടാളക്കാർക്ക് വേണ്ടി മാത്രം പോലും പ്രത്യേകമായിട്ടുള്ള സോവിയറ്റുകൾ ഉണ്ടായി വന്നു. ആ കാലഘട്ടത്തിൽ ഇതിന് ബദലായി ട്രേഡ് യൂണിയനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ട്രേഡ് യൂണിയനുകളിൽ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കുകയില്ല. കാരണം ആ ട്രേഡ് യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ സാർ ചക്രവർത്തിയുടെ കീഴിലാണ്. സോവിയറ്റ് ആകുമ്പോൾ കൂടുതൽ അധികാരം ഇവർക്കുണ്ടാക്കും. വേറെ ആരും അറിയാതെ രഹസ്യമായിട്ട് ഗൂഢാലോചനകൾ നടത്താനും അത് നടപ്പിലാക്കാനും ഇവരെ കൊണ്ട് സാധിക്കും. ഇത്തരത്തിൽ അനവധി സോവിയറ്റുകൾ ഉണ്ടായി വന്നെങ്കിൽ പോലും ഏറ്റവും ശക്തമായിട്ടുള്ള സോവിയറ്റ് ഉണ്ടാകുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ്. ലിയോൺ ട്രോട്സ്കിയുടെ നേതൃത്വത്തിലാണ് ഈ സോവിയറ്റ് ഉണ്ടായത്. ഈ സോവിയറ്റ് വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സോവിയറ്റാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പല സോവിയറ്റുകളും ഈ മാതൃക അതേപടി തന്നെ പുലർത്താനായിട്ട്, അല്ലെങ്കിൽ ആ മോഡൽ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. ചുരുക്കത്തിൽ ഈ കാലയളവിൽ റഷ്യയിൽ 2 വ്യത്യസ്തമായിട്ടുള്ള ഭരണമാണുള്ളത്. ഒരു ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റമാണുള്ളത്. ഒരു ഭാഗത്തുള്ളത് ഒഫീഷ്യലായിട്ടുള്ള പ്രൊവിഷണൽ ഗവൺമെൻറ് ആണ്. ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്നത് ജോർജി ലിവോവാണ്. മറുഭാഗത്തുള്ളത് അനവധി സോവിയറ്റുകളാണ്. പക്ഷേ ഒഫീഷ്യൽ അല്ലെങ്കിൽ പോലും ഈ അനവധി സോവിയറ്റുകളാണ് ശരിക്കും അവിടുത്തെ കാര്യങ്ങളും ക്രമസമാധാനവും ഒക്കെ നോക്കി നടത്തുന്നത്. പ്രൊവിഷണൽ ഗവൺമെൻറ്റിന് കാര്യമായിട്ടുള്ള അധികാരമൊന്നുമില്ല. അതിൻ്റെ പിന്നിൽ 1-2 കാരണങ്ങളുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ
തൊഴിലാളികൾ, കർഷകർ, പട്ടാളക്കാർ അവർക്കൊന്നും ഇനി അടുത്തൊരു യുദ്ധം വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ നിന്നും അവർക്ക് പിന്മാറി സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം വേണം. പക്ഷേ ജോർജ് ലിവോവിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ ആ പ്രൊവിഷണൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം സാർ ചക്രവർത്തി തുടങ്ങി വെച്ചത് തന്നെ കണ്ടിന്യൂ ചെയ്യുക, ആ ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ്. ഈ പ്രൊവിഷണൽ ഗവൺമെൻറ്റിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു: ഭൂപരിഷ്കരണ നിയമം. തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൃഷിഭൂമി കൊടുക്കണം. അവർ കൃഷി ചെയ്തുണ്ടാക്കുന്നത് പൊതു മാർക്കറ്റുകളിലൂടെ വിൽക്കും. അത് മേടിക്കാൻ മാത്രം മറ്റുള്ള ആളുകളെ കൊണ്ട് സാധിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഭരണ പരിഷ്കരണം അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരണമെന്നുള്ള ഒരു ആവശ്യം അത് നടപ്പിലാക്കാൻ പ്രൊവിഷണൽ ഗവൺമെൻറ് കൂട്ടാക്കുന്നില്ല. അവർ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വരട്ടെ, അതിനുശേഷം യഥാർത്ഥത്തിലുള്ള ഗവൺമെൻറ് വരുമല്ലോ, ആ ഘട്ടത്തിൽ മാത്രം നടപ്പിലാക്കിയാൽ മതിയെന്നാണ്. പ്രൊവിഷണൽ ഗവൺമെൻറ്റും സോവിയറ്റുകളും തമ്മിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് സോവിയറ്റുകൾ ഒരു ഓർഡർ ഇറക്കുന്നത്, ഓർഡർ നമ്പർ 1. ഈ ഓർഡർ അനുസരിച്ച് രാജ്യത്തുള്ള പട്ടാളക്കാരൊക്കെ സോവിയറ്റുകൾ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. അത് എല്ലാ പട്ടാളക്കാരും ചെവിക്കൊള്ളുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാ പട്ടാളക്കാരിലേക്കും ഈ ഓർഡർ എത്തിച്ചേരുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ വാർ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സോവിയറ്റുകളുടെ ആദ്യഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ട് നിന്നിരുന്നത് മെൻഷെവിക്കുകളും സോഷ്യലിസ്റ്റ് റവല്യൂഷനിസ്റ്റുകളുമാണ്. ഇവരെ നമുക്ക് ഇടതുപക്ഷമെന്ന് പറയാൻ സാധിക്കില്ല. ഇവർ വലതുപക്ഷമാണ്, പക്ഷേ തീവ്ര വലതുപക്ഷവുമല്ല, മിതവാദികളാണ്. തീവ്ര വലതുപക്ഷമായിട്ട് നിലവിൽ നിൽക്കുന്നത് അവിടുത്തെ പ്രൊവിഷണൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ സാധാരണക്കാരുടെ കയ്യിൽ ഇപ്പോൾ ഇടതുപക്ഷമില്ല, വലതുപക്ഷവും തീവ്ര വലതുപക്ഷവും മാത്രമേ ഉള്ളൂ. ഈ രണ്ട് കൂട്ടർക്കും യുദ്ധത്തിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് തുടർന്നു പോകണം. കൂടാതെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിനോട് ഇവർക്ക് വലിയ താല്പര്യവുമില്ല. വളരെ ദുർബലമായിട്ടുള്ള ഒരു സംഘടന കൂടിയുണ്ട്, ബോൾഷെവിക്. അവരെ നമുക്ക് ഇടതുപക്ഷമായിട്ട് പറയാം, പക്ഷേ അവർ തീർത്തും ദുർബലരാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ലെനിൻ ഇപ്പോൾ രാജ്യത്ത് തന്നെ ഇല്ല. അദ്ദേഹത്തെ ആദ്യം സൈബീരിയയിലേക്ക് നാട് കടത്തിയിരുന്നു. സൈബീരിയ ഈ ഒരു റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ രഹസ്യ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഒരു രീതിയിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ലെന്ന് ലെനിന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണ് ലെനിൻ അവിടെ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് പലായനം ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡിൽ നിന്നുകൊണ്ട് അദ്ദേഹം പല രീതിയിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. സ്വിറ്റ്സർലൻഡ് ഈ കാലഘട്ടത്തിൽ ഒരു ന്യൂട്രൽ രാജ്യമാണ്, അതായത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെയും ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ട് നിന്നുകൊണ്ട് വിപ്ലവ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ ലെനിന് ഈ കാലഘട്ടങ്ങളിൽ സാധിച്ചു. ഈ കാര്യമൊക്കെ കൃത്യമായിട്ട് ജർമ്മനി മനസ്സിലാക്കിയിരുന്നു. ജർമ്മനിക്ക് ഇതൊരു മികച്ച അവസരമായിട്ടാണ് തോന്നിയത്. നിലവിലുള്ള പ്രൊവിഷണൽ ഗവൺമെൻറ്റും അവിടുത്തെ സോവിയറ്റുകളുമൊക്കെ ജർമ്മനിക്കെതിരെയാണ്. ജർമ്മനിയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലെനിനെ ഇവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ലെനിനെ ഒരു മികച്ച ശക്തിയായിട്ട് ഉയർത്തിക്കൊണ്ട് വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ലെനിൻ ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യില്ല. കാരണം അവരുടെ ആവശ്യമെന്ന് പറയുന്നത് യുദ്ധമല്ല, സമാധാനമാണ്. അങ്ങനെയാണെങ്കിൽ നിലവിൽ ജർമ്മനി കയ്യേറിയിരിക്കുന്ന റഷ്യയുടെ പല ഭാഗങ്ങളും ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ആ ഭാഗത്തുണ്ടായിരിക്കുന്ന പട്ടാളക്കാരെ പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവന്ന് ഈ ബ്രിട്ടനെതിരെയും അതുപോലെ ഫ്രാൻസിനെതിരെയുമുള്ള യുദ്ധത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അത് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ജർമ്മനിക്ക് സാധിക്കുന്നതാണ്. ആ ഒരു തീരുമാനത്തിൻ്റെ, ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നും ജർമ്മനി വഴി റഷ്യയിലേക്ക് എത്താനുള്ള ഒരു അവസരം ലെനിൻ ഉണ്ടാക്കി കൊടുത്തു. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ട്രെയിൻ അറേഞ്ച് ചെയ്തു. റഷ്യയിലേക്ക് എത്തണമെങ്കിൽ ലെനിന് ഉറപ്പായിട്ടും ജർമ്മനിയിലൂടെ സഞ്ചരിക്കണം. ജർമ്മനി റഷ്യക്കാരുടെ ശത്രു രാജ്യമാണല്ലോ. അപ്പോൾ ലെനിൻ അതുവഴി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ലെനിനെ വകവരുത്തുമെന്നാണ് ലെനിനും ബോൾഷെവിക്കുകളും ചിന്തിക്കുന്നത്. അപ്പോഴാണ് ജർമ്മനി ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയും ലെനിനെ സ്വിറ്റ്സർലൻഡിൽ നിന്നും അങ്ങ് റഷ്യയിൽ എത്തിക്കുകയും ചെയ്യുന്നത്. 1917 ഏപ്രിൽ മാസത്തിൽ ലെനിൻ സ്വിറ്റ്സർലൻഡിൽ നിന്നും റഷ്യയിൽ എത്തിച്ചേർന്നു. അതേ മാസം തന്നെ ഏപ്രിൽ തീസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസംഗം ലെനിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രസംഗം നടപ്പിലാക്കുന്നത്. അതിന് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ, തൊഴിലാളികളാണ് അവിടെ വലിയ കൂട്ടമായിട്ട് എത്തിച്ചേർന്നത്. അന്നത്തെ ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. ഒന്ന്, സമാധാനം അല്ലെങ്കിൽ പീസ്. രണ്ടാമത്തത് ലാൻഡ് അല്ലെങ്കിൽ ഭൂമി. മൂന്നാമത്തത് ബ്രെഡ് അല്ലെങ്കിൽ റൊട്ടി, അതുമല്ലെങ്കിൽ ഭക്ഷണം. സമാധാനം പുനഃസ്ഥാപിക്കും. ബോൾഷെവിക്കിനാണ് അധികാരം കിട്ടുന്നതെങ്കിൽ
ഇവിടെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് റഷ്യ ഉണ്ടായിരിക്കില്ല. ഭൂമി ബോൾഷെവിക്കിനാണ് അധികാരം കിട്ടുന്നതെങ്കിൽ കൃഷി ചെയ്യുന്നത് ആരാണോ അവർക്ക് ഭൂമി കിട്ടിയിരിക്കും, അവർക്ക് ആവശ്യമുള്ള ഭൂമി ലഭ്യമാക്കിയിരിക്കും. എല്ലാ ദിവസവും ആവശ്യമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ റൊട്ടി എല്ലാ ആളുകളുടെയും വീടുകളിൽ എത്തിച്ചിരിക്കും. ഇത് മാത്രം മതിയായിരുന്നു അവിടെയുള്ള ആളുകൾക്കൊക്കെ ബോൾഷെവിക്കിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ. വെറും 1000 അല്ലെങ്കിൽ ഒരു 2000 3000 മാത്രം ഉണ്ടായിരുന്ന ബോൾഷെവിക്കിൻ്റെ പിന്നിൽ അതോടുകൂടി ലക്ഷക്കണക്കിന് റഷ്യൻ പട്ടാളക്കാർ പോലും അണിനിരന്നു. 1917 ജൂൺ മാസത്തിൽ റഷ്യയ്ക്ക് കനത്ത പരാജയങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നേരിടേണ്ടി വന്നത്. തൊട്ടടുത്ത മാസമായിട്ടുള്ള ജൂലൈ മാസത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും പെട്രോഗ്രാഡിൽ ആരംഭിച്ചു. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് ബോൾഷെവിക്കുകളാണ്. പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും മുൻപിലായിട്ടുണ്ടായിരിക്കുക തൊഴിലാളികൾ. ആ തൊഴിലാളികളുടെ ഏറ്റവും പിന്നിലായിട്ട് അവർക്ക് ശക്തി പകർന്നുകൊണ്ട് ബോൾഷെവിക് സഖാക്കന്മാർ. എപ്പോൾ വേണമെങ്കിലും പ്രൊവിഷണൽ ഗവൺമെൻറ് നിലം പതിക്കുമെന്നുള്ള ഒരു ധാരണ പരക്കെ ഉണ്ടായി. അതിനെ തുടർന്ന് പട്ടാളക്കാരെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള വെടിവെപ്പുകളാണ് നടത്തിയത്. അതിൽ അനവധി തൊഴിലാളികളും ബോൾഷെവിക് സഖാക്കളും കൊല്ലപ്പെട്ടു. സ്റ്റാലിൻ്റെ സഹായത്താൽ ലെനിൻ ഫിൻലാൻഡിലേക്ക് പലായനം ചെയ്തു. ലിയോൺ ട്രോട്സ്കി എന്ന നേതാവ് തടവിലായി. ഇത്രയധികം പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ലിവോവിന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അലക്സാണ്ടർ ട്രൻസ്കി എന്ന് പറയുന്ന എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയാണ് അടുത്ത പ്രധാനമന്ത്രിയായി മാറുന്നത്. വർഷം 1917 ജൂലൈ മാസം 21-ാം തീയതി. ക്രെൻസ്കിയെ എല്ലാവർക്കും സ്വീകാര്യനാക്കാനുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഡ്യൂമയിലെ ഒരു അംഗമായിരുന്നു. മറ്റൊന്ന്, പെട്രോഗ്രാഡ് സോവിയറ്റിലെ ഒരു അംഗമായിരുന്നു. എന്നാൽ ബോൾഷെവിക്കിനോട് ഇദ്ദേഹത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഇദ്ദേഹം മിതവാദികളായിട്ടുള്ള മെൻഷെവിക്കിൻ്റെ ഭാഗമാണ്. ഇദ്ദേഹം അധികാരത്തിലേക്ക് വന്നതിന് ശേഷം വലിയ രീതിയിൽ തന്നെ ബോൾഷെവിക്കുകളെ ആക്രമിക്കാനും വേട്ടയാടാനും തുടങ്ങി. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയും ക്രെൻസ്കിക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ജനങ്ങൾ ആവശ്യപ്പെടുന്ന, തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന, കർഷകർ ആവശ്യപ്പെടുന്ന ഭൂപരിഷ്കരണ നിയമവും ഈ ഘട്ടങ്ങളിലൊന്നും നടപ്പിലാക്കിയില്ല. പിന്നീടുള്ള മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്നത് പ്രധാനപ്പെട്ട ഒരു അട്ടിമറി ശ്രമമാണ്. ജനറൽ ലാവർ കോൺലിവോവ് അദ്ദേഹം 1917 ഓഗസ്റ്റ് മാസം 27-ാം തീയതി ഒരു പട്ടാള അട്ടിമറി നടത്താൻ ശ്രമിച്ചു. നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ആർമി സിസ്റ്റം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിട്ടാണ് അദ്ദേഹം ഈ പ്രദേശങ്ങളൊക്കെ കീഴ്പ്പെടുത്തി പട്ടാളത്തിൻ്റെ അണ്ടറിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യഘട്ടം എന്ന രീതിയിൽ ക്രെൻസ്കിയുമായിട്ട് ഒരുപാട് സന്ധി സംഭാഷണങ്ങൾ നടന്നിരുന്നു. എന്നാൽ അതൊക്കെ അലസിപ്പിരിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് പട്ടാളക്കാർ ക്രെൻസ്കിയുടെ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന ആ നഗര കേന്ദ്രം ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെട്ടു. ക്രെൻസ്കിയുടെ കയ്യിൽ സൈന്യമുണ്ട്, എന്നാൽ അത് അത്ര ശക്തമല്ല. ശക്തമായിട്ടുള്ള ഒരു സൈന്യം ഉള്ളത് ബോൾഷെവിക്കുകൾക്കാണ്. എന്നാൽ ബോൾഷെവിക്കുകളെ കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് ക്രെൻസ്കി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ അധികാരം നഷ്ടപ്പെടും, റഷ്യ തന്നെ പട്ടാളക്കാരുടെ അണ്ടറിലായി പോകുമെന്ന് മനസ്സിലാക്കിയ ക്രെൻസ്കി ഒടുവിൽ ബോൾഷെവിക്കുകളുമായിട്ട് നേരിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സകല ആയുധങ്ങളും ഞാൻ തരാം, പകരം ഞങ്ങളോടൊപ്പം നിൽക്കുക, ഞങ്ങൾക്കെതിരെ ആക്രമണമായിട്ട് വരുന്ന പട്ടാളക്കാരെ വകവരുത്തുക. പട്ടാളക്കാരെ വകവരുത്തിയില്ലെങ്കിൽ അത് മെൻഷെവിക്കുകൾക്ക് മാത്രമല്ല ബോൾഷെവിക്കുകൾക്കും ഇവിടുത്തെ തൊഴിലാളി വർഗ്ഗങ്ങൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ബോൾഷെവിക്കിന് ഇതൊരു സുവർണ അവസരമായിരുന്നു. അവർക്ക് ഒളിച്ചിരിക്കാതെ ഇനി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും. അവരുടെ കയ്യിൽ ഇല്ലാതെ പോയിരുന്നത് ആയുധങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലേക്ക് വീണ് കിട്ടി. അതിനെ തുടർന്നാണ് റെഡ് ഗാർഡ് എന്ന പേരിൽ ഒരു സായുധ സംഘടന ബോൾഷെവിക്കുകൾ ആരംഭിക്കുന്നത്. ഈ റെഡ് ഗാർഡുകൾ അനവധി റെയിൽവേ ട്രാക്കുകൾ പൊളിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു. പല റെയിൽവേ ട്രാക്കുകളിലൂടെയും വരുന്ന ട്രെയിനുകൾ തടഞ്ഞു നിർത്തി. ഈ ട്രെയിനുകൾ നിറയെ പട്ടാളക്കാരാണ്. ഈ പട്ടാളക്കാരാണ് പെട്രോഗ്രാഡ് കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നത്. പട്ടാളക്കാരെ നേരിട്ട് ആക്രമിക്കുന്നതിന് പുറമെ അവരിൽ പല ആളുകളിലും മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോലും ബോൾഷെവിക്കുകൾ ശ്രമിച്ചു. അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. നിങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് വിപ്ലവത്തിനെതിരെയാണ്. വിപ്ലവത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ആവശ്യം എന്താണ്? സമാധാനപരമായിട്ടുള്ള ജീവിതം. നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം. ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഈ വിപ്ലവം നടത്തുന്നത്. ആ വിപ്ലവത്തിനെതിരെ തന്നെയാണോ നിങ്ങൾ ആക്രമിക്കുന്നത്? ഇത് കേട്ട് പല പട്ടാളക്കാരും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി.
കുറേയധികം ആളുകളൊക്കെ ബോൾഷെവിക്കിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു. മറ്റ് ചില ആളുകൾ മാത്രമാണ് പട്ടാളത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് തന്നെ പെട്രോഗാഡിനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അത് പിന്നീട് ഒരു വലിയ പരാജയമായിട്ട് മാറി. 1917 സെപ്റ്റംബർ മാസം 1-ാം തീയതി കോർണിലോവ് എന്ന ജനറൽ അറസ്റ്റിലായി. പുതിയ കലണ്ടർ അനുസരിച്ച് സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ് ഈ അറസ്റ്റ് നടന്നത്. ഈ യുദ്ധം കൊണ്ട് ശരിക്കും നേട്ടമുണ്ടാക്കിയത് മെൻഷെവിക്കുകളല്ല, ബോൾഷെവിക്കുകളാണ്. അധികാരത്തിൽ നിലവിലിരിക്കുന്നത് മെൻഷെവിക്കാണെങ്കിൽ പോലും അവരുടെ അധികാരത്തിനാണ് ഒരു കോട്ടവും തട്ടാതെ യുദ്ധം അവസാനിച്ചതെങ്കിൽ പോലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ പിന്തുണ ഇപ്പോൾ കിട്ടുന്നത് ബോൾഷെവിക്കുകളാണ്. കാരണം ജനങ്ങൾക്കറിയാം ഈ ബോൾഷെവിക്കിനെ കൊണ്ട് എന്തും സാധിക്കുമെന്ന്. കാരണം വലിയൊരു യുദ്ധമാണ് വളരെ അനായാസമായിട്ട് ഇവർക്ക് വിജയിക്കാൻ സാധിച്ചത്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സകലതും ബോൾഷെവിക്കിന് നൽകാൻ സാധിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും അവരുടെ പിന്നിൽ ഇവർ അണിചേരുകയും ചെയ്തു. ബോൾഷെവിക് ഒരു വലിയ ശക്തിയായിട്ട്, ഒരു വലിയ സായുധ സൈനിക ശക്തിയായിട്ട് മാറി. ഈ സൈനിക ശക്തി ഉപയോഗിച്ച് ഒക്ടോബർ മാസത്തിൽ പെട്രോഗാഡിലെ പ്രധാനപ്പെട്ട ഓഫീസ് കേന്ദ്രങ്ങളൊക്കെ ഇവർ പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചു. അതൊക്കെ വലിയ വിജയങ്ങളായിരുന്നു. കാരണം ഈ വരുന്ന ആളുകൾ 10,000-കണക്കിന് ആളുകളാണ്. പെട്രോഗാഡിലെ ഓഫീസിലുള്ള മെൻഷെവിക്കുകൾ, മറ്റു ഓഫീഷ്യലുകൾ അവർ 100 പേരോ അല്ലെങ്കിൽ പരമാവധി ഒരു 1000 പേർ മാത്രമാണ് ഈ ഓഫീസുകളെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഓഫീസുകളെല്ലാം കീഴടക്കിയതിന് ശേഷമാണ് പ്രധാനപ്പെട്ട സാർ ചക്രവർത്തി വർഷങ്ങളോളം ഭരിച്ചുകൊണ്ടിരുന്ന വിൻ്റർ പാലസിലേക്ക് ഇവർ എത്തിച്ചേരുന്നത്. വിൻ്റർ പാലസിലും അനേകം സൈനികരുണ്ടായിരുന്നു, അനേകം മെൻഷെവിക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർ പൂർണ്ണമായിട്ടും ഒരു യുദ്ധത്തിന് മുതിരാതെ തന്നെ പൂർണ്ണമായിട്ടും ഈ ബോൾഷെവിക്കിൻ്റെ മുൻപിൽ കീഴടങ്ങുകയായിരുന്നു. കാര്യമായിട്ട് രക്തച്ചൊരിച്ചിലൊന്നും ഉണ്ടാകാതെ, ഒരു മരണം പോലും രേഖപ്പെടുത്താതെയാണ് വിൻ്റർ പാലസ് പൂർണ്ണമായിട്ടും ബോൾഷെവിക്കുകൾക്ക് പിടിച്ചടക്കാൻ സാധിച്ചത്. ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിപ്ലവത്തിലൂടെ വിപ്ലവം അക്ഷരാർത്ഥത്തിൽ അവിടെ നടപ്പിലായി. പിന്നീട് അങ്ങോട്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടമാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നില്ലാതെയാകുന്ന കാലഘട്ടം വരെ ഒരു വലിയ ശക്തിയായിട്ട് സോവിയറ്റ് യൂണിയന് നിലനിൽക്കാൻ സാധിച്ചു. ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും ഈ യുദ്ധങ്ങളൊക്കെ സമാധാനപരമായിരുന്നു എന്നല്ല. രക്തച്ചൊരിച്ചിൽ പിന്നീട് ആരംഭിക്കാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. റഷ്യൻ റവല്യൂഷൻ ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും അത് നടന്നത് നവംബർ മാസത്തിലാണ്. കാരണം ആ കാലഘട്ടത്തിലെ റഷ്യ ഫോളോ ചെയ്തിരുന്ന കലണ്ടർ ആധുനിക കലണ്ടർ ആയിരുന്നില്ല, ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കലണ്ടർ ആയിരുന്നില്ല. അതുകൊണ്ടാണ് മാസത്തിൽ ഈ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ബോൾഷെവിക്കുകൾ പിന്നീട് നടത്തിയ രക്തച്ചൊരിച്ചിലുകൾ ആരംഭിക്കുന്നത് നിക്കോളാസ് രണ്ടാമൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും കൊലപാതകത്തോടു കൂടിയാണ്. നിക്കോളാസ് രണ്ടാമനെ പെട്ടെന്നൊന്നും അവർ കൊല ചെയ്യുന്നില്ല. നിക്കോളാസ് രണ്ടാമനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും, ഭാര്യ അടക്കമുള്ള കുടുംബാംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സെർവൻസും ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് മറ്റ് രാജ്യങ്ങളിലെ അധികാരികളെ കോൺടാക്റ്റ് ചെയ്തു. പക്ഷേ ആരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഗതി പൂർണ്ണമായിട്ടും ബോൾഷെവിക്കുകളുടെ കയ്യിലായി മാറി. ബോൾഷെവിക്കുകൾ അദ്ദേഹത്തെയും കുടുംബത്തെയും എപ്പത്തിയ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായിയുടെ വീട്ടിലേക്ക് മാറ്റി. ആ വീട് പിന്നീട് അറിയപ്പെടുന്നത് സ്പെഷ്യൽ പർപ്പസ് ഹൗസ് എന്ന പേരിലാണ്. നിക്കോളാസ് രണ്ടാമനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും സെർവൻസിനുമൊക്കെ അതൊരു നരകമായിരുന്നു. അവിടെ എത്തിച്ചേർന്നതിന് ശേഷം പിന്നീട് ഒരിക്കലും അവർ പുറം ലോകം കണ്ടിട്ടില്ല, ആകാശം കണ്ടിട്ടില്ല, വെളിച്ചം പോലും കാണാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല. അവിടുത്തെ ജനൽപ്പാളികളുടെ മുകളിലായിട്ട് കനത്തിൽ പേപ്പറുകൾ ഒട്ടിച്ചു. ഒരു രീതിയിലും പുറം ലോകം അവർ കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. വെളിയിലുള്ള ആളുകൾ ഒരു കാരണവശാലും ഈ ഒരു കോമ്പൗണ്ടിലേക്ക് വരുത്തില്ലെന്ന് ഇവർ 100% ഉറപ്പാക്കി. അതിനുവേണ്ടി വലിയ ഉയരങ്ങളിൽ മരവേലികൾ ഇവർ ഉണ്ടാക്കിയെടുത്തു. പിന്നീട് കാത്തിരിപ്പിൻ്റെ നാളുകളായിരുന്നു. പെട്രോഗാഡിൽ നിന്നും ഒരു ഉത്തരവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. എപ്പോഴാണോ ഈ പറയപ്പെടുന്ന ചക്രവർത്തിയെയും ചക്രവർത്തിനിയെയും അവരുടെ മക്കളെയും കൊല്ലാനുള്ള ഉത്തരവ് കിട്ടുന്നത്, അപ്പോൾ തന്നെ ആ ക്രൂരമായ കർത്തവ്യം നടപ്പിലാക്കണം. രാജകുടുംബത്തിൻ്റെ ജീവിതം നരകതുല്യമാക്കാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നത് ബോൾഷെവിക്കുകളുടെ രഹസ്യ പോലീസായിട്ടുള്ള ചേകയ്ക്കാണ്. അതിന് നേതൃത്വം നൽകുന്നത് യാക്കോവ് യുറോവ്സ്കിയുമാണ്. ഒടുവിൽ നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 1918 ജൂലൈ മാസം 16-ാം തീയതി അർദ്ധരാത്രിയോട് അടുപ്പിച്ചുള്ള സമയത്ത് ഇവർക്കൊരു സന്ദേശം കിട്ടി. അതൊരു കോഡായിരുന്നു. ചിമ്മിനി തൂക്കാനുള്ള സമയമായി. ചിമ്മിനി തൂക്കുക എന്ന് പറയുമ്പോൾ നിക്കോളാസ് ചക്രവർത്തിയെയും ചക്രവർത്തിനെയും മക്കളെയും അവരുടെ സെർവൻസിനെയും കൊല്ലാനുള്ള സമയമായെന്ന്. അതിനുവേണ്ടി ആദ്യം ഇവരുടെ അരികിലേക്ക് പോകുന്നു. എന്നിട്ട് ഇവരോട് ആവശ്യപ്പെടുന്നത് ബേസ്മെൻറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്.
ചില സോഴ്സുകൾ പറയുന്നത് ഇവരെ ഒരു ബേസ്മെൻറ്റിലോട്ട് വരാൻ പറയുന്നത് ഫോറോ എടുക്കാൻ വേണ്ടിയാണെന്നാണ്. എന്നാൽ മറ്റു ചില സോഴ്സുകളോട് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സുരക്ഷിതമായിട്ടുള്ള ഒരു താവളം മറ്റൊരിടത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെ അങ്ങോട്ട് മാറ്റുകയാണെന്ന് ഇവരെ അറിയിക്കുന്നു. ഇവർ ബേസ്മെൻറ്റിലേക്ക് യാത്ര പുറപ്പെട്ടു. അവരുടെ 4 സെർവൻസും നിക്കോളാസ് രണ്ടാമനും ചക്രവർത്തിനിയും മക്കളും കൂടെ ഒരു പട്ടിയും ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ തന്നെ ഒരു അംഗത്തെ പോലെ കരുതിയിരുന്ന അവരുടെ ഓമനയായിട്ടുള്ള ഒരു പട്ടിയും. അത്രയും പേരും ബേസ്മെൻറ്റിലേക്ക് പോയി. ബേസ്മെൻറ്റിൽ എത്തിച്ചേർന്നതിന് ശേഷം ഇവരുടെ മുൻപിൽ ഒരു ഓർഡറാണ് വായിക്കുന്നത്. ആ ഓർഡർ ഇപ്രകാരമാണ്: ബോൾഷെവിക്കുകളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ രാജകുടുംബത്തിലെ മറ്റ് പല അംഗങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ വെടിവെച്ച് കൊല്ലാൻ പോകുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും കുഞ്ഞായിട്ടുള്ള അലക്സി നിക്കോളാസ് രണ്ടാമൻ്റെ ഏറ്റവും ഇളയ മകനാണ്. അവനപ്പോൾ ഒരു കസേരയിലാണ് ഇരിക്കുന്നത്. കാരണം അവനൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുകയില്ല. അവൻ്റെ ആരോഗ്യം ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ആ കുട്ടിയെ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന സകല ആളുകളെയും വെടിവെച്ച് കൊന്നു. പക്ഷേ എല്ലാവരും ഒറ്റ വെടിക്കില്ലാതെ ആയില്ല. നിക്കോളാസ് രണ്ടാമനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന അലക്സാൻഡ്രയ്ക്കും പെട്ടെന്ന് മരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എന്നാൽ മറ്റ് കുട്ടികൾക്ക് പെട്ടെന്ന് മരിക്കാൻ സാധിച്ചില്ല. പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന രാജകുമാരിമാർ അവരുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ അവരുടെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെടിയുണ്ടയ്ക്ക് പൂർണ്ണമായിട്ട് തുളഞ്ഞ് ഉള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒരു മരണം അവിടെ ഉണ്ടായില്ല. അതുപോലെ അലക്സിയെയും അങ്ങനെ കൊല്ലാൻ അവർക്ക് സാധിച്ചില്ല. വെടിവെച്ചു, പക്ഷേ അലക്സി പെട്ടെന്ന് മരിച്ചില്ല. അലക്സിയെ കത്തികൊണ്ട് കുത്തി കൊല്ലാനായിട്ടുള്ള ശ്രമങ്ങളും നടന്നു, അതും പരാജയമായിരുന്നു. പിന്നീട് ആ കുട്ടിയുടെ തലയ്ക്ക് നേരെ വെടിയുതിർത്തിട്ടാണ് യോക്കോവ് യുറോവ്സ്കി തൻ്റെ അരിശം തീർത്തത്. ഇവർക്ക് പെട്ടെന്ന് കൊല്ലാൻ സാധിക്കാതെ പോയിട്ടുള്ള ഒരു കാരണമായിട്ട് പലരും പറയുന്നത് മദ്യമാണ്. വലിയ രീതിയിൽ മദ്യപിച്ച് അവശരായ നിലയിലാണ് ഈ പറയപ്പെടുന്ന പട്ടാളക്കാരൊക്കെ ഈ കർത്തവ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു ലക്കുമില്ലാതെ വളരെ പ്രാകൃതമായ രീതിയിൽ കൊല്ലാൻ ശ്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന രാജകുമാരിമാർ പെട്ടെന്ന് മരിച്ചില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നീട് അതിദാരുണമായിട്ട് തോക്കിൻ്റെ പാത്തി കൊണ്ടുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങി, ബയണറ്റ് കൊണ്ടുള്ള ക്രൂരമായിട്ടുള്ള കുത്തുകൾ ഏറ്റുവാങ്ങി, ക്രൂരമായിട്ടുള്ള ചവിട്ടുകൾ ഏറ്റുവാങ്ങി, അങ്ങനെ ഇഞ്ചിഞ്ചായി പെടഞ്ഞിട്ടാണ് ആ കുട്ടികളൊക്കെ കൊല്ലപ്പെട്ടത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ആ ഒരു പട്ടി മാത്രമായിരുന്നു. അവസാനം ഇവരുടെ എല്ലാം ശവശരീരം ഒരു വലിയ ട്രക്കിലാക്കി കോപ്ചിയാക്കി എന്ന് പറയുന്ന ഒരു വനമേഖലയിലേക്ക് കൊണ്ടുപോയി. വനത്തിൻ്റെ ഉള്ളിലെത്തിച്ചേർന്നതിന് ശേഷം അവിടെ വെച്ച് ഈ ശവശരീരങ്ങളെയെല്ലാം വിവസ്ത്രമാക്കിയപ്പോഴാണ് അതിൽ രാജകുമാരിമാർ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ പല വിലപിടിപ്പുള്ള ഓർണമെൻറ്റുകളും തുന്നിച്ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. ഈ വസ്ത്രങ്ങളൊക്കെ അവർ കത്തിച്ചു കളയുകയും ആ ഓർണമെൻറ്റ്സൊക്കെ അവർ കൈക്കലാക്കുകയും ചെയ്തു. അതിനുശേഷം ശവശരീരങ്ങളെല്ലാം വീണ്ടും ട്രക്കിലാക്കി അവിടെ നിന്നും അടുത്തുണ്ടായിരുന്ന ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു മൈനിലേക്ക് കൊണ്ടുപോയി. ആ മൈനിൻ്റെ ഉള്ളിലേക്ക് ഉപേക്ഷിച്ചതിന് ശേഷം അവിടെ ഗ്രനേഡുകൾ ഉപയോഗിച്ചിട്ട് തകർക്കാമെന്നാണ് ഇവർ കരുതിയിരുന്നത്. എന്നാൽ ആ മൈനിന് കാര്യമായിട്ടുള്ള ഒരു ആഴമുണ്ടായിരുന്നില്ല. ഗ്രനേഡ് ഉപയോഗിച്ചിട്ട് തകർക്കാൻ ശ്രമിച്ചിട്ട് അത് തകർന്നുമില്ല. പിന്നീട് ആരെങ്കിലുമൊക്കെ ഇവരുടെ ശവശരീരം അവിടെ നിന്ന് കണ്ടെടുക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇവർ ആ ശവശരീരമെല്ലാം വീണ്ടും ഇതേ ട്രക്കിലേക്ക് തന്നെ നിറച്ചു. പിന്നീട് അവിടെ നിന്നും മറ്റൊരു ഭൂഭാഗത്തേക്ക് പോയി. അവിടെ ഒരു മരപ്പാലമുണ്ടായിരുന്നു. ആ മരപ്പാലത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് അവർ ഒരു ചെറിയ കുഴി കുത്തി ആ കുഴിയിൽ ഈ ശവശരീരങ്ങൾ ഇട്ടു. ശവശരീരങ്ങൾ വളരെ മോശമായ രീതിയിൽ വികൃതമാക്കിയതിനു ശേഷമാണ് അവരവിടെ ഉപേക്ഷിക്കുന്നത്. കാരണം ഒരു കാരണവശാലും ആരും ഇത് കണ്ടെടുക്കാൻ പാടില്ല. അതിനുവേണ്ടി അവർ സൾഫ്യൂരിക് ആസിഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ തോക്കിൻ്റെ പാത്തി ഉപയോഗിച്ചിട്ട് ശക്തമായിട്ട് മുഖമൊക്കെ ആഞ്ഞടിച്ച് വികൃതമാക്കാനും ഇവർ ശ്രമിച്ചു. എല്ലാ ശവശരീരവും ഇവർ ഒരേ കുഴിയിൽ തന്നെ അടക്കിയില്ല. കുഴിയിൽ അടങ്ങിയിരിക്കുന്ന ശവശരീരങ്ങളുടെ എണ്ണം എടുത്തിട്ട് ഇത് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കും, അല്ലെങ്കിൽ ഇത് രാജകുടുംബത്തിലുള്ള അംഗങ്ങളാണെന്ന് മനസ്സിലാക്കുമെന്നാണ് ഇവർ കരുതിയത്. അതുകൊണ്ട് തന്നെ കുറച്ചങ്ങോട്ട് മാറി മറ്റൊരു കുഴിയെടുത്ത് ആ കുഴിയിലാണ് 2 ശവശരീരങ്ങൾ അടക്കം ചെയ്തത്. അലക്സിയും ഒരു രാജകുമാരിയായിട്ടുള്ള മരിയയുടെയും ശവശരീരമാണ് ആ കുഴിയിൽ അടക്കിയത്. റഷ്യയിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ക്രൂരമായി വേട്ടയാടിയിരുന്ന ഒരു ചക്രവർത്തിയാണ് നിക്കോളാസ് രണ്ടാമൻ. നിക്കോളാസ് രണ്ടാമനെ അങ്ങനെ വകവരുത്തിയതിൽ നമുക്ക് വലിയ പെശകൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ എന്തു പഴിച്ചു? അദ്ദേഹത്തിൻ്റെ പിഞ്ചോമനയായിരുന്ന ആ രോഗബാധിതനായിരുന്ന അലക്സി എന്തു പഴിച്ചു? ആ സ്ത്രീകൾ എന്തു പഴിച്ചു? അത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. എത്ര ന്യായീകരിച്ചാലും
അത് ന്യായീകരിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ചെയ്തായിരുന്നില്ല. റഷ്യൻ റവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു റോസാ പുഷ്പം പോലെ മനോഹരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന, കൃഷി ചെയ്ത് ജീവിക്കാൻ ഭൂമി കൊടുക്കുന്ന അതിമനോഹരമായ ഒരു റോസാ പുഷ്പം. എന്നാൽ ആ റോസാ പുഷ്പത്തിൻ്റെ അരികിൽ തന്നെ, അതിനോട് ചേർന്ന് തന്നെ വിഷമുള്ളുകളും അടങ്ങിയിട്ടുണ്ട്. ആ വിഷമുള്ളുകൾ കാരണം അനവധി ജീവനുകൾ പൊരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരേ സമയം അതിമനോഹരവും അതിക്രൂരവുമായിരുന്നു റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷൻ ആ നാടിൻ്റെയും ആ ജനതയുടെയും ആവശ്യമാണ്. പക്ഷേ ആ രക്തച്ചൊരിച്ചിലുകൾ ഒഴിവാക്കാൻ സാധിക്കണമായിരുന്നു. ഇവിടെ നിക്കോളാസ് രണ്ടാമൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വേലക്കാരുടെയും രക്തച്ചൊരിച്ചിലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, അതിനുശേഷവും പിന്നെയും പല തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ സോവിയറ്റ് യൂണിയനിൽ അരങ്ങേറിയിട്ടുണ്ട്. നല്ല കാര്യങ്ങളും അവിടെ ഒരുപാട് അരങ്ങേറിയിട്ടുണ്ട്. വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ ഒരു അത്ഭുത കേന്ദ്രമായിട്ട് സോവിയറ്റ് യൂണിയൻ കുറേയധികം കാലം പ്രവർത്തിച്ചു. ഒരുപാട് ആളുകൾക്ക് ഒരു മോട്ടിവേഷനായിട്ട് സോവിയറ്റ് യൂണിയൻ പ്രവർത്തിച്ചു. അതേസമയം ക്രൂരതയുടെ മറ്റൊരു പര്യായവുമായിരുന്നു സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രം ഞാനിവിടെ ഒട്ടും പറഞ്ഞിട്ടില്ല. സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ ഉണ്ടായിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം റഷ്യൻ റവല്യൂഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷനിലേക്ക് വരുന്ന ചരിത്രം മാത്രമായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ നടന്നിട്ടുള്ള നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, വലിയ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരുടെ ജീവിതം എന്തായിരുന്നു, ഈ സോവിയറ്റ് യൂണിയൻ എങ്ങനെയായിരുന്നു, സോവിയറ്റ് യൂണിയൻ അത് പിന്നീട് ഇല്ലാതെയായത് എങ്ങനെയാണ്, അവിടെ ഉണ്ടായിരുന്ന ഓരോ ഭരണാധികാരികളും എങ്ങനെയുള്ള ആളുകളായിരുന്നു, അവരുടെ ഭരണ പരിഷ്കാരങ്ങൾ എങ്ങനെയായിരുന്നു, അത് ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ചത് എങ്ങനെയാണ്, അത്തരത്തിലുള്ള ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനും ഫസ്റ്റ് കമൻറ്റും ഒന്ന് പരിശോധിക്കുക. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം.